എൻ്റെ ലൈഫിൽ ഇന്നൊരു വ്യക്തി നാർസിസ്റ്റിക് ആണ് എന്ന് അറിയുന്നത് പോലെ തന്നെ വളരെയധികം പ്രയാസമുള്ളൊരു കാര്യമാണ് ആ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതും കൂടി. പലപ്പോഴും ഈ ഒരു വ്യക്തി മോശമാണ്, ഈ വ്യക്തി ബാഡാണ്, ഈ വ്യക്തി ചീത്തയാണ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കുറ്റബോധം തോന്നാറുണ്ട്. അല്ലെങ്കിൽ നമ്മളവിടെ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാണ്. ഈ വ്യക്തി ഒരു മോശമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഞാൻ ബൗണ്ടറി വെക്കുന്നത്, അതെങ്ങനെയാണ് ശരിയാണ്? നമ്മളെല്ലാവരും തെറ്റുകൾ ചെയ്യുന്നില്ലേ? അങ്ങനെ ചെയ്യുന്നത് എത്രമാത്രം നമുക്ക് തന്നെ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടെ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാനൊക്കെ നമുക്ക് പ്രയാസം തോന്നിയേക്കാം. അപ്പോൾ നല്ലത് ചീത്ത എന്ന് നമ്മൾ പലപ്പോഴും പാസ്റ്റിലെ റിലേഷൻഷിപ്സിനെ കണക്കാക്കുമ്പോൾ ഈ ഒരു പ്രയാസം നമ്മളിൽ ഒരുപാട് പേര് നേരിടുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെ നമ്മൾ മുൻപിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പുതിയതായിട്ട് മീറ്റ് ചെയ്യുന്ന ആൾക്കാരെ ആണെങ്കിലും നമ്മളവിടെ നല്ലത് ചീത്ത എന്നുള്ള രീതിയിൽ കണക്കാക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നാം. എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യും? കാണുന്നവരെല്ലാവരും ചീത്ത എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അതിനെ പകരം നമുക്ക് എങ്ങനെ നോക്കിക്കാണാം എന്നുള്ളതും, അങ്ങനെ നോക്കി കണ്ടുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതും, ആ രീതിയിൽ നോക്കി കാണുന്നത് വഴി പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റിസോൾവ് ചെയ്യാം എന്നുള്ളതുമാണ്. എല്ലാവരും വീഡിയോൻ്റെ അവസാനം വരെ കാണുമല്ലോ. കാരണം ഈ പോയിന്റ്സ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ട്രോമ എന്ന് പറയുന്നത് വളരെ ആഴമേറിയതായതുകൊണ്ട് തന്നെ ആ റിലേഷൻഷിപ്സ് പുതിയത് ബിൽഡ് ചെയ്യുക എന്നുള്ളതും അതിനനുസൃതമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതും നമുക്ക് വളരെ പ്രയാസമുള്ള കാര്യങ്ങളായിട്ട് തോന്നിയേക്കാം. എല്ലാവർക്കും സെയിൻ ആൻഡ് ഹാർട്ട് ക്ലിനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്ത് വിഷയത്തിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് കിട്ടാനായിട്ട് നമുക്ക് നിമിഷ നേരം മതി. അതുകൊണ്ട് തന്നെ മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്സുമായിട്ട് ബന്ധപ്പെട്ടല്ല ഒരുപാട് അവയർനെസ് ഇന്ന് ലഭിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഭാഗ്യവശാൽ നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത് അല്ലേ. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന കാര്യങ്ങളെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ ട്രഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പല അവയർനെസ്സുകളും നമ്മളെ ഹെൽപ്പ് ചെയ്യാറില്ല. അവിടെയാണ് നമ്മൾ അപ്ഡേറ്റഡ് ആവുകയും അതുപോലെ തന്നെ നമ്മളുടെ ഉൾക്കാഴ്ച വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് കുറേം കൂടി ഹെൽപ്ഫുള്ളായിട്ട് ഇതിനെ നാവിഗേറ്റ് ചെയ്യാനും സാധിക്കുക എന്നുള്ളതിലേക്ക് നമുക്ക് എല്ലാവർക്കും പോസിബിൾ ആവുന്നത്. ആ ഒരു കാര്യത്തിലേക്ക് വേണ്ടി എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുക, എല്ലാവർക്കും ആ ഒരു അവയർനെസ് ലഭിക്കുക എന്നുള്ളതിലാണ് സെയിൻ ആൻഡ് ഹാർട്ട് ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജസ് ഉണ്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കില്ലല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. പലപ്പോഴും നമ്മളിതുപോലെ ഒരു ആൻറ്റഗോണിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, അബ്യൂസിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും നേരിടുന്ന ഒരു പ്രയാസമാണ് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഹേർട്ട് എന്നുള്ളത്, നമ്മളുടെ മനസ്സ് മുറിപ്പെടുന്നു എന്നുള്ളത്. കാരണം നമ്മളുടെ ട്രസ്റ്റ് അവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ടല്ലേ. നമ്മൾ ഈ ഒരു വ്യക്തിയെ വിശ്വസിച്ചു, അല്ലെങ്കിൽ ഈ വ്യക്തി നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും നമ്മൾ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് എത്തും എന്ന് നമ്മൾ ഒരുപാട് പ്രത്യാശിച്ചിരുന്നിട്ടുണ്ടാവാം. എന്നാൽ അങ്ങനെയൊന്നും അല്ല എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മളുടെ മനസ്സ് അവിടെ ഒരുപാട് ഹേർട്ട് ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. നമ്മളുടെ ട്രസ്റ്റ് അവിടെ കംപ്ലീറ്റ്ലി ബ്രോക്കൺ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി മുൻപൊരു വീഡിയോയിൽ സംസാരിച്ചിരുന്നു. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഇവിടെ ഐക്കാർഡിലുണ്ട്, കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് മറക്കരുത്. സോ ഈ ഒരു ഹേർട്ടും ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസും ഈ പറയുന്ന മനസ്സിൽ നമുക്ക് ഏറ്റിട്ടുള്ള മുറിവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ മുൻപിലുള്ള ആളുകളെ കാണുമ്പോൾ ഇവർ നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ ചിന്തിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവർ നല്ലൊരാളാണോ, ഇവർ ചീത്ത ഒരാളാണോ, എന്നെ ദ്രോഹിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ നമ്മളുടെ ഉള്ളിലൊരു ആങ്സൈറ്റി ആയിട്ട്, ഒരു ഭയമായിട്ട് കൂടുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. അവിടെ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പൊതുവെ കസേരയിൽ ഇരിക്കുന്നത് എന്തിനാ? നമ്മൾ കസേരയിൽ ഇരിക്കുമ്പോൾ കസേര ഒടിയോ എന്നുള്ള ഭയത്തോടു കൂടിയല്ലല്ലോ ഇരിക്കുക. നമ്മൾ ചെല്ലുന്നു, കസേരയിൽ ഇരിക്കുന്നു. കസേരയിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട് കസേര നമ്മളെ പിന്താങ്ങും എന്നുള്ളത് അല്ലേ. നമ്മൾ കസേരയിൽ ഇരിക്കുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് കസേരയിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ നമ്മൾ എപ്പോഴൊക്കെ കസേരയിൽ ഇരുന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം കസേര ഒടിഞ്ഞിട്ടുണ്ടെന്ന് കരുതാം.
അങ്ങനെ നമ്മൾ 2-3 കസേരയിൽ മാറിയിരുന്നു, അപ്പോഴൊക്കെ കസേര ഒടിഞ്ഞു എന്ന് കരുതാം. അടുത്തൊരു കസേരയിൽ ഇരിക്കാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മളൊന്ന് ഭയക്കും. ഈ കസേര ഒടിയോ, ദൈവമേ ഈ കസേര എന്നെ താങ്ങുമോ, നമ്മളൊന്ന് പേടിച്ചിട്ടായിരിക്കും അല്ലേ ഇരിക്കുക. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇരിക്കാൻ നോക്കിയപ്പോൾ ഒരാൾ കസേര വലിച്ചു, നമ്മൾ താഴെ വീണു. അടുത്ത തവണ നമ്മൾ കസേര ഇരിക്കാൻ നോക്കുമ്പോൾ ഒന്ന് പിടിച്ചിട്ടേ നമ്മൾ ഇരിക്കുന്നുണ്ടായിരിക്കുള്ളൂ. സ്വാഭാവികമായിട്ട് ഒരുപാട് തവണ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി വീഴുമോ എന്ന് ഭയക്കുന്നത് നമ്മളുടെ ബ്രെയിൻ നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷേ എന്നാൽ നമ്മൾ റിലേഷൻഷിപ്സിലേക്ക് വരുമ്പോൾ, ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ, ഈ കസേരയുടെ അത്ര ഈസി അല്ല നമ്മൾ ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്സ് അല്ലേ. ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്സിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മളവിടെ നല്ല ആളാണോ ചീത്ത ആളാണോ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കണക്കാക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അവിടെ നല്ലത് ചീത്ത എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഹെൽപ്ഫുൾ ആണോ അൺഹെൽപ്ഫുൾ ആണോ എന്ന് ചിന്തിക്കുക എന്നുള്ളത്. ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, ഹെൽപ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽപ്ഫുൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് സഹായകരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണോ? അൺഹെൽപ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് സഹായകരമല്ലാത്ത ഒരു റിലേഷൻഷിപ്പാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതിലാണ്. ഇത് മുൻപിലേക്ക് വരുന്ന റിലേഷൻഷിപ്സിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്സിനെ ആണെങ്കിലും ഈ ഒരു കണ്ണിലൂടെ നോക്കി കാണുന്നത് നമ്മളെ സഹായിക്കും. കാരണം പലപ്പോഴും നമ്മൾ ഈ ഒരു വ്യക്തി ചീത്ത ആളാണ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചിലപ്പോൾ കാണാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കുറ്റബോധവും തോന്നിയേക്കാം. ഞാൻ എന്തിനാ ഈ വ്യക്തിയെ പറ്റി ഇത്ര മോശമായിട്ട് ചിന്തിക്കുന്നത്, അത് തെറ്റല്ലേ, ഞാൻ അത്രയും മോശമായിട്ട് അയാളെ പറ്റി ചിന്തിക്കാൻ പാടില്ലല്ലോ എന്നുള്ള കുറ്റബോധവും നമ്മളെ പിന്തുടർന്നേക്കാം. അവിടെയും ഈ പറയുന്നത് പോലെ ഹെൽപ്ഫുൾ ആയിരുന്നോ അല്ലയോ എന്ന് കണക്കാക്കുന്നത് നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അതായത് നമ്മുടെ ലൈഫിലുണ്ടായിരുന്ന നർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി, ഈ ഒരു വ്യക്തിയെ പറ്റിയിട്ട് അയാൾ ഒരു ചീത്ത പേഴ്സണാണ്, അല്ലെങ്കിൽ ഈ ഒരു ലേഡി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി വളരെ ചീത്തയായിട്ടുള്ള ഒരാളായിരുന്നു എന്നുള്ള രീതിയിൽ കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് അതിനെ അങ്ങനെ കാണാൻ സമ്മതിക്കണം എന്നില്ല. നമ്മൾ ആ ഒരു രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും മറ്റുള്ളവരും അതിനെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കും പലപ്പോഴും കാണുക. എന്തിനാ അങ്ങനെ കുറ്റം പറയുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ നേരിടാറുണ്ട്. അങ്ങനെ നേരിടുമ്പോൾ പിന്നെയും നമ്മളുടെ ആ ഒരു കുറ്റബോധം കൂടുകയാണ് ചെയ്യുക. ഞാൻ എങ്ങനെ ഇതിനെപ്പറ്റി സംസാരിക്കും എന്നിങ്ങനെ. അവിടെയാണ് ഇവിടെ ഹെൽപ്ഫുൾ അല്ലെങ്കിൽ അൺഹെൽപ്ഫുൾ എന്നുള്ള ഒരു സംസാര രീതി നമ്മളെ സഹായിക്കുക. എനിക്ക് ഒട്ടും ഹെൽപ്ഫുൾ അല്ലാത്ത ഒരു റിലേഷൻഷിപ്പായിരുന്നു അത്. എനിക്ക് ഒട്ടും ഹെൽപ്ഫുൾ അല്ലാത്ത ഒരു റിലേഷൻഷിപ്പാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അതിൽ ഇന്ന പ്രയാസങ്ങൾ വരുന്നത് കൊണ്ട് എൻ്റെ മെൻ്റൽ ഹെൽത്തിന് ഒട്ടും സഹായകരമായിട്ടുള്ള രീതിയിലല്ല അത് മുന്നോട്ട് പോകുന്നത് എന്നുള്ള രീതിയിൽ അതിനെ കണക്കാക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈസിയറായിട്ട് അതിലൂടെ നാവിഗേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചേക്കും. അവിടെ നമ്മൾ അതിനെ കാണുകയും മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ അതിനെ മനസ്സിലാക്കാനും നമുക്കത് സാധ്യമായേക്കാം. ഇനി മുൻപിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു റിലേഷൻഷിപ്പ് വരുമ്പോൾ ഈ വ്യക്തി നല്ലതാണോ ചീത്തയാണോ എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ്, എനിക്ക് എത്രത്തോളം അൺഹെൽപ്ഫുൾ ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന നേട്ടം എന്നുള്ള കണ്ണിലൂടെയല്ല, പലപ്പോഴും ഉദാഹരണത്തിന് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവരെന്നെ മനസ്സിലാക്കുക എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാലും എന്നെ വളരെയധികം ഡിസ്മിസ് ചെയ്തിട്ടാണ് സംസാരിക്കുക, അല്ലെങ്കിൽ എന്നെ വളരെയധികം ഇൻവാലിഡേറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് അതൊട്ടും ഹെൽപ്ഫുൾ അല്ല, വളരെ അൺഹെൽപ്ഫുള്ളാണ് എനിക്കത്. അങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ ബെറ്റർ ആയിട്ടുള്ള ബൗണ്ടറീസ് വെക്കാനും അവിടെ നിന്ന് മാറിപ്പോകാനും സാധിച്ചേക്കും അല്ലേ. ഈ രീതിയിൽ നോക്കുമ്പോൾ എത്രത്തോളം എനിക്ക് ഹെൽപ്ഫുള്ളാണ് അൺഹെൽപ്ഫുള്ളാണ് എന്ന് കണക്കാക്കുന്നത് നമ്മളെ ഒരുപാട് സഹായിച്ചേക്കും. ഇനി അതിനെപ്പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിലും നമുക്കവിടെ നിങ്ങളുടെ ഇന്ന ബിഹേവിയേഴ്സ് എനിക്ക് ഹെൽപ്ഫുൾ ആകുന്നില്ല എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചേക്കും. കാരണം ഈ ലോകത്തിൽ നർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല ഉള്ളത്. പല ആളുകളുടെ അടുത്തും നമുക്ക് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായേക്കാം, ഇഷ്യൂസ് ഉണ്ടായേക്കാം, പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, അവിടെ പ്രോബ്ലംസ് വരുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റി സംസാരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ഓപ്പൺലി ഒന്നൊരു ഡിസ്കഷൻ കൊണ്ടുവരിക എന്നുള്ളത് പലപ്പോഴും ചെയ്യാറുണ്ടാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ നിങ്ങളുടെ ഇന്ന ബിഹേവിയേഴ്സ് എനിക്ക് അൺഹെൽപ്ഫുള്ളാണ്, എനിക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മുന്നോട്ട് പോകാനായിട്ട്, എന്താണ് നമുക്കതിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും പലപ്പോഴും കോൺഫ്ലിക്റ്റുകൾ കുറച്ചേക്കാം.
അവിടെ പലപ്പോഴും നമ്മൾ നിങ്ങൾ ഇന്നതാണ്, നിങ്ങൾ ഇന്ന രീതിയിലാണ്, നിങ്ങൾ മോശക്കാരനാണ്, നിങ്ങൾ ഇങ്ങനെ പോലെയാണ്, നിങ്ങൾ ചീത്തയാണ് എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മുൻപിലുള്ള ആളും അത് വളരെ ഡിഫെൻസീവ് ആയേക്കാം. അവരത് ഉൾക്കൊള്ളണം എന്നില്ല. അത് തിരിച്ച് എസ്കലേറ്റ് ചെയ്ത് വൻ പ്രശ്നങ്ങളിലേക്കും പോകാനുള്ള സാധ്യത ഉണ്ടാവാം. അവിടെയെല്ലാം തന്നെ ഈ ഒരു സ്ട്രാറ്റജിയിൽ, ഈ ഒരു രീതിയിൽ നമ്മളതിനെ കാണുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളതിനെ അവിടെ ഒരു റിസോൾവ് ചെയ്യുക എന്നുള്ളത്, പ്രോബ്ലം റിസോൾവ് ചെയ്യുക എന്നുള്ളതും അവിടെ കയറി വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയറായിട്ട് അതിനെ റിസോൾവ് ചെയ്യാനും നാവിഗേറ്റ് ചെയ്യാനും സാധിച്ചേക്കും. അതുകൊണ്ട് ഈ ഒരു സ്ട്രാറ്റജിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ മുൻപുണ്ടായിട്ടുള്ള നർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിനെ നല്ലത് ചീത്ത, അല്ലെങ്കിൽ ഈ വ്യക്തി പൊട്ടയാണ്, വ്യക്തി നല്ലതാണ് എന്ന് കാണുന്നതിന് പകരം ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്നുള്ളത് എനിക്ക് ഹെൽപ്ഫുൾ അല്ലായിരുന്നു എന്നും, എനിക്ക് ഇന്ന് ഞാൻ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന സ്റ്റെപ്സ് എടുക്കുന്നത് എന്നും ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടി അത് ഈസിയർ ആയേക്കാം. എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.